കെപിസിസി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ച വി.എം. സുധീരന് പരോക്ഷ പിന്തുണയുമായി രമേശ് ചെന്നിത്തല. സുധീരനുമായി കെപിസിസി നേതൃത്വം ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷ നേതാവും കെപിസിസി പ്രസിഡന്റും ഇതിന് മുൻകൈയെടുക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. സുധീരനുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് കെ സുധാകരൻ നിലപാടെടുത്തതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല സുധീരനെ അനുകൂലിച്ചതെന്നതും ശ്രദ്ധേയമാണ്. എ.ഐ.സി.സി നേതൃത്വത്തെയും കെ.പി.സി.സി നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വി.എം. സുധീരൻ നടത്തിയ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് മുൻ കെ.പി.സി.സി അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തല കൃത്യമായ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി നേതൃത്വം സുധീരനുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി അധ്യക്ഷനും വി.എം. സുധീരനുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ നേതാക്കൾ വിമത സ്വരം ഉയർത്തുന്നത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന നിലപാടാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ദൌത്യമാണ് എന്നുള്ളത്. ജനങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത്. അത് നേതൃത്വം അതിന് മുൻകൈ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതേസമയം പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് വി.എം. സുധീരൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കെ.പി.സി.സി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നടക്കം രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. കെ.പി.സി.സി നേതൃയോഗത്തിൽ എ.ഐ.സി.സി പ്രതിനിധിയായി പങ്കെടുത്ത ദീപാദാസ് മുൻഷി കൃത്യമായ നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയിരുന്നു. അയോധ്യ വിഷയത്തിൽ അടക്കം പരസ്യമായ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് അത്തരത്തിലൊരു നിർദ്ദേശം നൽകി ഒരു ദിവസം പിന്നിടുമ്പോഴാണ് വി.എം. സുധീരൻ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്ന നടപടിയല്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എ.ഐ.സി.സി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി തലത്തിൽ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വി.എം. സുധീരനെതിരെ എടുക്കുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കൾ ആരും സുധീരൻ നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.